നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൈക്കൂലി വാങ്ങുന്നതിനിടെ തിരൂർ നഗരസഭാ താൽക്കാലിക ജീവനക്കാരനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. പയ്യനങ്ങാടി സ്വദേശി ഷിഹാബുദ്ദീനെയാണ് വിജിലൻസ് സംഘം കൈയോടെ പിടികൂടിയത്. ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 9 നിയമസഭാ സ്പീക്കർ എം.എൻ. ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും. സ്വാഗത സംഘം രൂപീകരിച്ചു. തിരുനാവായ ആരണ്യവാസൻ മാമറ്റ സ്മാരക സബ് സെന്റർ നാടിന് സമർപ്പിച്ചു. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമറ്റ ദേവയാനിയാണ് കെട്ടിട നിർമ്മാണത്തിനായി ഭൂമി നൽകിയത്. മലയാള ഭാഷാ ബിൽ സംരക്ഷണ സംഗമം തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ചു. മലയാള ഐക്യവേദി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ തിരൂർ ഷോറൂമിൽ ലൈറ്റ് വെയ്റ്റ് ഷോക്ക് തുടക്കം കുറിച്ചു. ജനുവരി 30 മുതൽ ഫെബ്രുവരി 5 വരെയാണ് ലൈറ്റ് വെയ്റ്റ് ഷോ. പറവണ മസ്ജിദുൽ മനാർ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. തിരൂരിലെ ആയുർവേദ മസാജിംഗ് സെന്റർ ലൈസൻസ് നൽകാൻ നഗരസഭാ ഉദ്യോഗസ്ഥർക്കായി കൈക്കൂലി വാങ്ങുന്നതിനിടെ നഗരസഭാ താൽക്കാലിക ജീവനക്കാരനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. തിരൂർ കന്മനം സ്വദേശിയായ പരാതിക്കാരൻ പുതുതായി തിരൂർ നഗരസഭയിൽ ആരംഭിച്ച ആയുർവേദിക് വെൽനസ് സെന്ററിന്റെ ലൈസൻസ് നൽകുന്നതിന് 3 മാസം മുമ്പ് തിരൂർ നഗരസഭയിൽ അപേക്ഷ നൽകിയിരുന്നു. അപേക്ഷയെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനായി തിരൂർ നഗരസഭയിലെത്തിയ പരാതിക്കാരനിൽ നിന്നും താൽക്കാലിക വാച്ച്മാൻ ഷിഹാബുദ്ദീൻ 2000 രൂപ പേപ്പർ വർക്കിന്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചെടുത്തിരുന്നു. തുടർന്ന് ഷിഹാബുദ്ദീനും ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദും ആയുർവേദിക് സെന്ററിൽ എത്തുകയും പരിശോധന നടത്തി തിരികെ പോവുകയും ചെയ്തിരുന്നു. തുടർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് നഗരസഭാ ഓഫീസിന് സമീപത്തുള്ള വിനോദിന്റെ വാടക റൂമിൽ എത്താൻ പറയുകയും അവിടെ 3000 രൂപ വാങ്ങിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും വിനോദ് ഫോണിൽ വിളിച്ച് പേപ്പർ വർക്കിനായി 1300 രൂപ ആവശ്യപ്പെടുകയും വിനോദ് നിർദ്ദേശിച്ച പ്രകാരം വിനോദിന്റെ ഭാര്യയുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പരാതിക്കാരന് ലൈസൻസ് ലഭിച്ചുവെങ്കിലും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷും ഡ്രൈവറും കൂടി ആയുർവേദിക് വെൽനസ് സെന്ററിൽ എത്തി ലൈസൻസും മറ്റും പരിശോധിച്ച് തിരികെ പോയതിനു ശേഷം ഫോണിൽ വിളിച്ച് നഗരസഭാ ഓഫീസിൽ ചെല്ലാൻ പറയുകയും ചെയ്തു. ഓഫീസിലെത്തിയ പരാതിക്കാരനോട് ലൈസൻസ് ലഭിക്കുന്നതിന് താനും സഹായിച്ചിട്ടുണ്ടെന്നും അതിന് 10,000 രൂപ കൈക്കൂലി വേണമെന്നും നൽകിയില്ലെങ്കിൽ ലൈസൻസ് പുതുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും കൈക്കൂലി തുക ഷിഹാബിനെ ഏൽപ്പിച്ചാൽ മതിയെന്നും പറയുകയുണ്ടായിരുന്നു. എന്നാൽ കൈക്കൂലി നൽകാൻ തയ്യാറല്ലായിരുന്ന പരാതിക്കാരൻ ഈ വിവരം മലപ്പുറം വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം വിജിലൻസ് സംഘം കെണിയൊരുക്കി നിരീക്ഷിച്ചു വരവെ ഇന്നലെ വൈകുന്നേരം 6:15 പയ്യനങ്ങാടി ജംഗ്ഷന് സമീപം വെച്ച് പരാതിക്കാരനിൽ നിന്നും 10,000 രൂപ കൈക്കൂലി വാങ്ങിയ തിരൂർ നഗരസഭയിലെ താൽക്കാലിക വാച്ച്മാനും തിരൂർ പയ്യനങ്ങാടി സ്വദേശിയുമായ ഷിഹാബുദ്ദീനെ വിജിലൻസ് സംഘം കൈയോടെ പിടികൂടുകയുമാണുണ്ടായത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. വെട്ടന്യൂസ് തിരൂർ. ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കേരള സർക്കാർ കിഫ്ബി വഴി 3.9 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 9 കേരളത്തിലെ നിയമസഭാ സ്പീക്കർ എം.എൻ. ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും. പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സ്വാഗത സംഘം ചേർന്നു. സ്വാഗത സംഘത്തിന്റെ ഉദ്ഘാടനം തിരൂർ എം.എൽ.എ. കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു. മണ്ഡലത്തിലെ സൗകര്യമുള്ള വിദ്യാലയങ്ങളുടെ കൂട്ടത്തിലാണ് നിങ്ങൾ ഉള്ളത്. എന്നാൽ ഇനി പരിമിതികളുണ്ട്, ഇനി ആവശ്യങ്ങളുണ്ട് എന്നത് വ്യവസ്ഥയാണ്. അപ്പം ഞാൻ ശരിക്കും ഏറ്റവും മോശമായ തീരെ സൗകര്യം കുറഞ്ഞ 2 വിദ്യാലയങ്ങൾ, ഒന്ന് ബോയ്സ് ഹൈസ്കൂളും മറ്റൊന്ന് ഗേൾസ് ഹൈസ്കൂളും.
അവിടത്തേക്കാൾ മെച്ചമുണ്ട് നമുക്ക് എന്നാണ് ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയിരുന്നാലും 3,90,00,000 രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കെട്ടിടത്തിന്റെ പണിയാണ് നടക്കുന്നത്. സത്യത്തിൽ ഇത് എന്നോ നിങ്ങൾക്ക് തുറന്നു കിട്ടേണ്ടതായിരുന്നു. സി മമ്മൂട്ടി ഇവിടുത്തെ MLA ആയി പിരിയുന്ന വർഷം 20-21 വർഷത്തിൽ കിട്ടിയതാണ് 3 കോടി രൂപ. പക്ഷെ അതിലെ AC, TS അതിന്റെ മറ്റുള്ള സാങ്കേതിക കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വളരെയേറെ താമസമായിരുന്നു. PTA പ്രസിഡന്റ് മനാഫ് പൂന്തല അധ്യക്ഷത വഹിച്ചു. തിരൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യാസർ പൊട്ടച്ചോല, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അബൂബക്കർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ ബഷീർ, വാർഡ് കൗൺസിലർ KK റിയാസ്, കൗൺസിലർമാരായ IP സീനത്ത്, IP ഷാജിറ, ഫാസിൽ പൊട്ടച്ചോല, ഫസീല അയൂബ്, വസന്ത പുളിക്കൽ, TK ഹഫ്സത്ത്, SMC ചെയർമാൻ ദിനേശ് ബാബു, MPTA പ്രസിഡന്റ് റസിയ ഷാഫി, വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ അനിൽ തൊട്ടിയാട്ടിൽ, കൺവീനർ കരീം മേച്ചേരി, CSA പ്രസിഡന്റ് KP ഫസലുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു. K ഹസൻ മാസ്റ്റർ സ്വാഗത സംഘം കരട് അവതരിപ്പിച്ചു. 12 വിവിധ സബ് കമ്മിറ്റികളടങ്ങിയ 101 അംഗങ്ങളുടെ സ്വാഗത സംഘം രൂപീകരിച്ചു. ഹെഡ്മിസ്ട്രസ് ഹേമജ കാവുങ്ങൽ സ്വാഗതവും ഹയർ സെക്കൻഡറി അധ്യാപകൻ ഹരീഷ് നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ് തിരൂർ. തിരുനാവായ പഞ്ചായത്തിലെ വലിയ പറപ്പൂർ 124 നമ്പർ അങ്കണവാടി കെട്ടിടവും സമീപത്തെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ സബ് സെന്ററും നാടിന് സമർപ്പിച്ചു. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമ്പറ്റ ദേവയാനിയാണ് കെട്ടിട നിർമ്മാണത്തിനായി ഭൂമി നൽകിയത്. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമ്പറ്റ ദേവയാനി സ്വന്തം മകന്റെ പേരാണ് കെട്ടിടത്തിന് നാമകരണം ചെയ്തിരിക്കുന്നത്. 5 വർഷം കൊണ്ട് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ച സന്തോഷത്തിലാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമ്പറ്റ ദേവയാനി പറഞ്ഞു. നാം ഇന്ന് നമ്മുടെ വലിയവർപ്പൂർ സബ് സെന്ററിന്റെ ഉദ്ഘാടനമാണ് നിർവഹിച്ചത്. ഇവിടുത്തെ ഈ സബ് സെന്ററിൽ അടച്ചിട്ട് ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഇത്രയും കാലം. പിന്നെ നിവൃത്തിയിലായിട്ട് ഒരു വാടകയ്ക്ക് കെട്ടിയെടുത്ത് അതിൽ നിന്ന് എൻ്റെ മകന്റെ സ്മരണാർത്ഥം 2 സെന്റ് സ്ഥലം അംഗനവാടിക്ക് കൊടുത്തു. അതിന്റെ മുകളിൽ നമ്മളൊരു സബ് സെന്റർ നടത്തിയതാണ്. ഇപ്പോൾ ഇതിൽ മകന്റെ സ്മരണാർത്ഥം തന്നെ ഒരു സബ് സെന്റർ ഉദ്ഘാടനം ചെയ്യുന്ന അവസ്ഥയിലാണ്. അത് ഏറ്റവും നല്ല സന്തോഷത്തിലാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമ്പറ്റ ദേവയാനി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സൂർപ്പിൽ ബാവ ഹാജി അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ നാസർ ആയപ്പള്ളി, സീനത്ത് ജമാൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് കുമാർ, ഡോക്ടർ മൊയ്തീൻകുട്ടി, JPHN ജ്യോതി, നാട്ടുകാർ, ആശാവർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. അപ്പം ഇത്രയും സമയബന്ധിതമായി ഇങ്ങനെ നല്ലൊരു കെട്ടിടം നിർമ്മിക്കാൻ പഞ്ചായത്ത് പറ്റി. ഉദ്ഘാടനം കഴിഞ്ഞ എല്ലാവിധ ആശംസകളും പഞ്ചായത്ത് ഭരണസമിതിക്ക് അർപ്പിക്കുന്നു. പറപ്പൂർ സബ് സെന്ററിന് സ്വന്തമായി ഒരു കെട്ടിടമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നമ്മുടെ സ്റ്റാഫ് പല പ്രാവശ്യം പറഞ്ഞിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീമതി ദേവയാനി അവരുടെ മകന്റെ സ്മരണാർത്ഥം സബ് സെന്ററിന് വേണ്ടി ഒരു കെട്ടിടം പൊക്കിയത്. അതിൽ താഴെ അംഗനവാടിയും പിന്നെ മുകളിൽ സബ് സെന്ററുമാണ്. വെട്ടം ന്യൂസ് തിരുനാവായ. കേരള നിയമസഭ ഐക്യകണ്ഠമായി അംഗീകരിച്ച മലയാള ഭാഷാ ബിൽ കാലതാമസം കൂടാതെ ഗവർണർ ഒപ്പുവെച്ച് നിയമമാക്കണമെന്നാവശ്യപ്പെട്ട് മലയാള ഐക്യവേദി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലയാള ഭാഷാ ബിൽ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. ഭാഷാ ബിൽ സംരക്ഷണ സംഗമം ഡോക്ടർ KM ഭരതൻ ഉദ്ഘാടനം ചെയ്തു. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സംസ്ഥാനത്ത് സ്വയം ഭാഷയിൽ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നത് ജനാധിപത്യപരമായ അവകാശമാണ്. കന്നഡ ഭാഷാ ന്യൂനപക്ഷ വിഭാഗത്തിന് എതിരാണ് ഈ ബില്ല് എന്ന തെറ്റായ പ്രചരണമാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കൂടി ഉറപ്പുവരുത്തുന്നതാണ് ഈ ബില്ല് എന്നിരിക്കെ ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ പരിഗണിക്കാതെ ഗവർണർ ബിൽ ഒപ്പുവെക്കണമെന്നാണ് മലയാള ഐക്യവേദി ആവശ്യപ്പെടുന്നത്. തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ബില്ല് നിയമമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് സമർപ്പിക്കാനുള്ള ഭീമ ഹർജിയിൽ തിരുവോര കച്ചവടക്കാരനായ ഷാഹുൽ ഹമീദ് ഒപ്പുവെച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. 250-ൽ പരം ആളുകൾ ഹർജിയിൽ ഒപ്പുവെച്ചു. തുടർന്ന് നടന്ന ഭാഷാ ബിൽ സംരക്ഷണ സംഗമം ഡോക്ടർ KM ഭരതൻ ഉദ്ഘാടനം ചെയ്തു. ഉണ്ണി ആമപ്പാറയ്ക്കൽ, PP ലക്ഷ്മണൻ, സിദ്ദീഖ് പന്താവൂർ, ജയ് സോമനാഥൻ, വിനോദ് ആലത്തിയൂർ, KP നൌഷാദ്, NV രഞ്ജിത്ത്, P സുഭാഷ് കുമാർ, K ജിത്തു, KM ഫാമിദ എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ് തിരൂർ.
മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ തിരൂർ ഷോറൂമിൽ ലൈറ്റ് വെയ്റ്റ് ഷോക്ക് തുടക്കം കുറിച്ചു. ജനുവരി 30 മുതൽ ഫെബ്രുവരി 5 വരെ നീണ്ടു നിൽക്കുന്ന ഷോയിൽ സ്വർണം, ഡയമണ്ട്, അമൂല്യരത്നങ്ങൾ എന്നിവയിൽ തയ്യാറാക്കിയ വൈവിധ്യമാർന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഒരുക്കിയിട്ടുണ്ട്. വ്യത്യസ്തമായ ബ്രാൻഡുകളിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ യുവതികൾ ഷോയ്ക്ക് മാറ്റുകൂട്ടി. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 30% വരെ കിഴിവും അൺകട്ട് ആഭരണങ്ങൾക്കും ജെംസ്റ്റോൺ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 30% വരെ കിഴിവും ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ വജ്രത്തിന്റെ മൂല്യത്തിൽ 30% വരെ കിഴിവുമുണ്ട്. കല്യാണ സെറ്റുകൾ തന്നെ 5 പവനിലും 10 പവനിലുമുള്ള 4-5 നെക്ലേസ് വരുന്ന സെറ്റുകൾ, ഇതൊക്കെ ജനങ്ങളെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് മലബാർ ഗോൾഡ് സാധിച്ചിട്ടുണ്ട്. സോണൽ ഹെഡ് ടി.കെ. അഷ്മർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KHRA വൈസ് പ്രസിഡന്റ് പി. അബ്ദുറഹ്മാൻ, ജയപ്രകാശ്, തിരൂർ ഷോറൂം ഹെഡ് KC ദിനീഷ് സ്വാഗതമറിയിച്ച ചടങ്ങിൽ പ്രമുഖ വ്യക്തികളും മലബാർ ഗോൾഡ് കസ്റ്റമേഴ്സും പങ്കെടുത്തു. സ്റ്റോർ ഹെഡ് അബ്ദുൽ സലീം ബി.വി. നന്ദി അറിയിച്ചു. ബെട്ട ന്യൂസ്, തിരൂർ. പറവണ മസ്ജിദുൽ മനാർ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ഡോക്ടർ ഹുസൈൻ മടവൂർ നിർവഹിച്ചു. CMP മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. പറവണ്ണ ജമിയത്തുസ് സലഫിന്റെ കീഴിൽ പറവണ്ണയിൽ പുനർനിർമ്മിക്കുന്ന മസ്ജിദുൽ മനാറിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ നിർവഹിച്ചു. കേരള ജമിയത്തുൽ ഉലമ മർക്കസുദ്ദൂവ ജനറൽ സെക്രട്ടറി ഡോക്ടർ AK അബ്ദുൽ ഹമീദ് മദനി, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി U മുഹമ്മദ് മദനി എന്നിവർ മുഖ്യാതിഥികളായി. ഡോക്ടർ CM സാബിർ നവാസ്, KM അബ്ദുൽ ഖാദർ, ജനതാ ബസാർ സലഫി മസ്ജിദ് ഖത്തീബ് ജസീർ അൻസാരി, പറവണ്ണ മസ്ജിദുൽ മനാർ ഖത്തീബ് അബ്ദുൽ ഹമീദ് പാറയിൽ എന്നിവർ ആശംസകൾ നേർന്നു. ജമിയത്തു സലഫിയീൻ സെക്രട്ടറി MK അബ്ദുൽ മജീദ് സ്വാഗതവും പ്രസിഡന്റ് CMP മുഹമ്മദ് അലി അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി കൺവീനർ P. ഇബ്രാഹിംകുട്ടി, PP സൈനുദ്ദീൻ, CMA നാസിമുദ്ദീൻ, PT മുഹമ്മദ് യാസിർ, PT മുഹമ്മദ് താഹിർ, CMC ഖാദർകുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. ബെട്ടർ ന്യൂസ്, പറവണ്ണ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.